പാലും കുറച്ച് ഫ്രൂട്ട്സും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഫ്രൂട്ട്സും അതുപോലെ പാലും തന്നെയാണ്. നമ്മൾ ഫ്രൂട്ട് സാലഡൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, മാങ്ങ, അതുപോലെ കിവി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ പച്ചമുന്തിരിയും അതുപോലെ കറുപ്പ് കളറുള്ള മുന്തിരിയും, പിന്നെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴവും അതുപോലെ പപ്പായയൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ നമുക്കൊരു ബൗളിനകത്തോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇത്തിരി വാനില എസൻസ്. ഇനി വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോഴാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നമുക്ക് ഫ്രീസറിനകത്തോട്ടേക്കൊന്ന് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്ത് അതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 10ഓ 12ഓ കശുവണ്ടിപ്പരിപ്പ്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അത്രയധികം ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം, നല്ല ഫൈൻ പൗഡർ ആകുന്ന രീതിയിൽ. എന്നിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള കോൺഫ്ലോർ ആണ്. അതും നമ്മൾ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർത്ത് അതേ അളവിൽ തന്നെ. എന്നിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനുള്ള അളവിൽ ഒന്ന് പാലൊഴിച്ച് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാല് നന്നായിട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര, ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പാല് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ യോജിപ്പിച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ പൗഡറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതങ്ങ് തിക്കായിട്ട് വരും. അപ്പോൾ ഇതൊന്നിനി ചൂടാറട്ടെ, ചെറുതായിട്ടൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം ഒരു ചെറു ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ടേക്ക് കുറച്ച് കാരമൽ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കാരമൽ സോസ് താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു എസൻസോ അതല്ലെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ കാരമൽ സോസ് ഇതിനൊന്നുകൂടി നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബേക്കിംഗ് ട്രേയോ അല്ലെങ്കിൽ പുഡിംഗ് ട്രേയോ സ്റ്റീലിൻ്റെ പ്ലേറ്റോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ഒരു മിൽക്ക് മിക്സിനകത്തോട്ടേക്ക് കുറച്ച് കസ്കസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ ചേർക്കുക. അതായത് നമ്മൾ ഫ്രൂട്ട് സാലഡിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മിൽക്ക് മിക്സിനകത്തോട്ടേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഒരു മിൽക്ക് മിക്സ് ഉപയോഗിക്കുക. പക്ഷേ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ നട്ട്സ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ ഈ ഒരു മിൽക്ക് മിക്സ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. ഒരു ലെയർ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തറയിൽ വെച്ച് തട്ടി കൊടുക്കുമ്പോഴാണ് താഴെ ഭാഗത്തോട്ടേക്ക് അതൊന്ന് കറക്റ്റ് ഫില്ലായി കിട്ടുക. അപ്പോൾ മുഴുവൻ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഷെയ്ക്ക് ചെയ്യുക. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം വീണ്ടും തറയിൽ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഫ്രീസറിനകത്ത്, ഞാനിപ്പോൾ ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ്. അതല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ അങ്ങ് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്യാം. അതായത് ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ഡെസേർട്ടൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒരു 15-20 മിനിറ്റ് ഫ്രീസറിനകത്ത് വെക്കുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് സൈഡിൽ നിന്നൊക്കെ നമുക്കൊന്ന് വിട്ടു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് അമർത്തി കൊടുക്കാം. നമ്മൾ സാധാരണ ചൈന ഗ്രാസും ജെലാറ്റിനൊക്കെ ചേർത്ത് കൊടുക്കുന്ന അത്ര പെർഫെക്റ്റൊന്നും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാരമൽ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുക്കും. ഞാൻ അതുപോലെ കുറച്ച് റോസ് സിറപ്പും. അപ്പോൾ റോസ് സിറപ്പിൻ്റെ ഒക്കെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, ലിങ്ക് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസും ജെലാറ്റിനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് എന്നാൽ ഫ്രൂട്ട് സാലഡിൻ്റെ ഒക്കെ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.